നമസ്കാരം. MF ഹുസൈന്റെ നഗ്ന സരസ്വതി മുതൽ നയൻതാരയുടെ അന്നപൂരണി വരെ നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഹിന്ദു മതത്തോട് പ്രത്യേക മമതയുണ്ട്. ഹിന്ദു ദൈവങ്ങൾ, ഹിന്ദു ആചാരങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം, ട്രോളാം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അവഹേളിക്കാം. ആര് ചോദിക്കാൻ? എന്തായാലും നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഒരു വിവാദത്തിരി നോർത്ത് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഏത് രൂപത്തിൽ കത്തിപ്പടരുമെന്ന് കണ്ടറിയണം. അതെ, തൃശൂർ MLAയും CPI നേതാവുമായ P. ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് താരം. രാമായണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളാണ് കടുത്ത എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സീതയും ശ്രീരാമനെയും ലക്ഷ്മണനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പോസ്റ്റായിരുന്നു P. ബാലചന്ദ്രന്റേതായി പുറത്തു വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷമായ എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് P. ബാലചന്ദ്രൻ ഇത് പിൻവലിച്ചിട്ടുണ്ട്. സ്വാഭാവികം. എന്തായിരുന്നു പോസ്റ്റ് ചെയ്ത കഥ എന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കഥ ഇതാണ്: ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു. ചേട്ടത്തി സീത 3 പേർക്കും വിളമ്പി. അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു. സീത പറഞ്ഞു, രാമേട്ട, അതിനെ കറി വെച്ച് തരണം. രാമൻ മാനിന്റെ പിറകെ ഓടി. മാൻ മാരിയപ്പൻ എന്ന ഒടിയനായിരുന്നു. മാൻ രാമനെ മട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി. ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ്. സീത പറഞ്ഞു, ഡാ തെണ്ടി, നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക്. നിറയെ ഫണ്ണും പാകത്തിന് അവഹേളനവും ഒക്കെയുള്ള ഒരു പോസ്റ്റ് അല്ലേ? എന്തായാലും സംഭവം ചർച്ചയായതോടുകൂടി നേതാവ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഷംസീറിനെ പോലെ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ശാഠ്യമൊന്നും അദ്ദേഹത്തിനില്ല. ഗണപതി മിത്താണെന്ന വിവാദം കേരളം മറക്കുന്നതിന് മുൻപാണ് അയോധ്യ സജീവ ചർച്ചയായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ശ്രീരാമനെ പൊറോട്ടയും ഇറച്ചിയും തീറ്റിക്കാൻ CPI നേതാവ് രംഗത്തെത്തിയത്. ജൂലൈ 21-നാണ് നിയമസഭാ സ്പീക്കർ AN ഷംസീർ കടയിരിപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാജ്യോതി സ്ലേറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ ഗണപതി മിത്താണെന്ന പരാമർശം നടത്തിയത്. രാവണന്റെ പുഷ്പക വിമാനമായിരുന്നു ആദ്യം കണ്ടുപിടിച്ചതെന്നും IVF ചികിത്സയിലൂടെയാണ് കൗരവപ്പട ഉണ്ടായതെന്നും പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയുടെ മുഖം മാറ്റിവെച്ചുവെന്നും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അധികം വൈകാതെ വൈറലായി. ഷംസീർ തന്നെ പരിശുദ്ധ ഖുറാനെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് യുക്തിവാദികളാണ് ഈ വീഡിയോ ആദ്യം പ്രചരിപ്പിച്ചത്. പിന്നാലെ സംഘപരിവാർ വിഷയം ഏറ്റെടുത്തു. രാഷ്ട്രപതി വിശദീകരണം ചോദിച്ചു. ഗണപതി മിത്താണെന്ന പ്രസ്താവനയിൽ സ്പീക്കർ AN ഷംസീർ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ചു വരുത്തി പറഞ്ഞു. ഗണപതിയെ പറ്റി ഷംസീർ പറഞ്ഞതിൽ തെറ്റ് കാണുന്നില്ല, അതിനാൽ അത് തിരുത്തി പറയേണ്ടതില്ല എന്നും ഗോവിന്ദൻ. ഗണപതി മിത്താണെന്നതിൽ എന്താണ് പുതിയ കാര്യം? ഗണപതി മിത്തല്ലാതെ ശാസ്ത്രമാണോ എന്നും ഗോവിന്ദ വാക്യം. കുറച്ചുനാൾ മുൻപ് വരെ ഒരു കേരള സ്റ്റോറി നമ്മുടെ നാട്ടിൽ ഓടിയിരുന്നു. അതിന് കേരള ഹൈക്കോടതി മുഖമടച്ച മറുപടി നൽകുകയും ചെയ്തു. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും പരിശോധിച്ച കോടതി ഇസ്ലാം മതത്തിനെതിരെ ചിത്രത്തിന്റെ ട്രെയിലറിൽ പരാമർശമൊന്നും ഇല്ല എന്നും IS-നെതിരെയല്ലേ പരാമർശം ഉള്ളതെന്നും ചോദ്യം ഉയർത്തി. ഹിന്ദു സന്യാസിമാർക്കെതിരെയും ക്രിസ്ത്യൻ വൈദികർക്കെതിരെയും മുൻപ് പല സിനിമകളിലും പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഫിക്ഷൻ ആണെന്നും വാദിച്ചിരുന്നവർക്ക് ഇപ്പോൾ മാത്രം എന്താണ് പ്രശ്നം? കേരള സ്റ്റോറി ഏത് തരത്തിലാണ് സമൂഹത്തിൽ വിഭാഗീയതയും സംഘർഷവും സൃഷ്ടിക്കുന്നതെന്നും കോടതി ഹർജിക്കാരോട് ചോദിച്ചു. S. ഹരീഷിന്റെ മീശ നോവലിനെയും പെരുമാൾ മുരുകന്റെ മാധുരി ഭാഗവനെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷം വിവേക് അഗ്നിഹോത്രിയുടെ കശ്മീർ ഫയൽസിനും മൊയ്തു താഴത്തിന്റെ TP 51-നും റഫീഖ് മംഗലശ്ശേരിയുടെ കിതാബിനും പവിത്രൻ തീക്കുനിയുടെ പർദ്ദയ്ക്കും അതേ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഹൈന്ദവ ക്രൈസ്തവ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കലാസൃഷ്ടികളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷം മതവികാരത്തെ മുറിപ്പെടുത്തുന്ന സെക്സി ദുർഗ പോലുള്ള സിനിമകൾക്കെതിരെ മൗനം പാലിച്ചു. നാദിർഷായുടെ ഈശോ എന്ന സിനിമയ്ക്കും കക്കുകളി എന്ന നാടകത്തിനുമെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് എതിർപ്പുയർന്നപ്പോൾ CPM അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ ആക്രമണം എന്നാണ് വിലയിരുത്തിയത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലുള്ളപ്പോഴാണ് സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ച MF ഹുസൈന് രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ചത്. മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്നാരോപിച്ച് ഭീകരവാദികളാൽ വലത് കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട TJ ജോസഫിന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരമ്പര സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഫാരി TV സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ആ ചാനലിന്റെ YouTube കമന്റ് ബോക്സ് അവർക്ക് പൂട്ടിവെക്കേണ്ടി വന്നു. കാരണം ഊഹിക്കാമല്ലോ. മതഭീകരതയുടെ ജീവിക്കുന്ന ഇരയായ തൊടുപുഴയിലെ ജോസഫ് മാഷിന്റെ മനുഷ്യാവകാശത്തെക്കാൾ മതഭീകരതയുടെ മുഖമായ അബ്ദുൾ നാസർ മദനിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങളോട് സാംസ്കാരിക നായകരോടും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ പറയാതെ വയ്യ. എന്തായാലും പുതിയ വിവാദം തൃശൂരെടുത്ത് BJPയുടെ കയ്യിൽ വെച്ച് കൊടുത്തതുപോലെ ആയിപ്പോയി. CPIയെ CPM തന്നെ കുരുതി കൊടുക്കുമെന്ന
സാധിക്കുമെന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ആർക്കും മനസ്സിലാകും. അതിന് ഇത്ര തിടുക്കം വേണ്ടായിരുന്നു. ഇനിയും മാസങ്ങളുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഓക്കെ. അച്ഛന് പ്രാണവേദന, മകൾക്ക് വീണ വായന എന്ന നാടകമാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഓടുന്നത്.